ഈ വിളിക്കൊരു പ്രത്യേകത ഉണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ 9ാം ക്ലാസ്സിലെ മക്കളാണ്. എനിക്ക് തോന്നുന്നത് വീട്ടുകാരൊക്കെ വിളിക്കാറുണ്ട്, ഇനിയിപ്പോൾ എന്ത് നോക്കിക്കാണ്, വലിയ കുട്ടിയായി. ടീച്ചേഴ്സ് പറയും പോത്തുപോലെ വലുപ്പം വെച്ചൊന്നും തല്ലാൻ പോലും തോന്നുന്നില്ല. എടാ, നിങ്ങൾ കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ കുട്ടികളാണ്, പക്ഷെ മുതിർന്നവരാണെന്ന് ചോദിച്ചാൽ മുതിർന്നവരാണ്. ഈ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ മക്കൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ വിളിക്കട്ടെ മക്കളെ. അത് എനിക്ക് സ്നേഹം കൊണ്ട് വിളിക്കുന്നതെന്ന് വിചാരിച്ചോ. കാരണം നിങ്ങൾ അവിടെയും ഇല്ല എന്ന് വെച്ചാൽ വലിയ ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾ കാര്യമൊന്നും പറയണ്ട. നിങ്ങൾ വേറെ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചപ്പോൾ അവർ വലിയ കുട്ടിയായി. ഇത് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുകയാണ് നിങ്ങൾ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നിങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ നിങ്ങളുടെ മക്കളും അതുപോലെ തന്നെ മുതിർന്നവരാണോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി വന്നതല്ല, അല്ലെങ്കിൽ അത് തിരുത്തി തരാൻ വേണ്ടി വന്നതല്ല. എന്തായടാ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ, പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നിങ്ങളെ ശരിക്കും പഠിക്കുന്നുണ്ടോ? നിങ്ങൾ SSLC അല്ലാത്തതുകൊണ്ട് നിങ്ങളെ വലിയ ശ്രദ്ധ വീട്ടുകാർ കൊടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ 8ാം ക്ലാസ്സിലെ പോലെ വല്ല സ്കോളർഷിപ്പ് എക്സാമുകളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെയും വില കൊടുക്കുന്നുണ്ടാവില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ പെട്ടുകിരിക്കുകയാണല്ലോ എൻ്റെ മക്കൾ. എന്താ നമുക്കിതിൻ്റെ ചെയ്യാൻ പറ്റുക? എടാ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറിയ എനിക്ക് തോന്നുന്നത് SSLCയുടെ ഡബിൾ പഠിക്കാനുള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ, അതിന് ഞങ്ങൾക്ക് SSLC പോലെയുള്ള മാരകമായ പരീക്ഷയില്ലല്ലോ എന്ന്. ശരിയാണ്, പരീക്ഷയില്ല. സാധാ സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയേ ഉള്ളൂ. സംഭവം ശരിയാണ്, നാട്ടുകാരൊന്നും അറിയാനില്ല. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഒരു കാര്യം പറയട്ടെ, ഒരു 3-4 മാസം കഴിഞ്ഞാൽ നിങ്ങൾ SSLC കുട്ടികളാണ്. അതിനെന്താ സാർ, അത് പ്രപഞ്ച സത്യമല്ലേ? ഇതായിരിക്കും അടുത്ത ചോദ്യം. എന്നാൽ ഞാൻ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അടുത്ത കൊല്ലം മാറും. ആ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് മാറുകയെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ 9ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിരിക്കും 10ാം ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുപെടും. അതായി എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ 9ാം ക്ലാസ്സിലെ മക്കൾ അടുത്ത കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ പാടുപെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 10ാം ക്ലാസ്സിൽ നിങ്ങൾ SSLC എക്സാം എഴുതുമ്പോൾ ഒരു കുന്തം, ഞാൻ പറയുന്ന ഒരു തേങ്ങ അറിയാത്ത അവസ്ഥയായിരിക്കും. എൻ്റെ മക്കളെ, നിങ്ങളെ മുതിർന്നവരെന്ന് വിളിച്ചവർക്കും ചെറിയ മക്കളല്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഓരോ പരീക്ഷകൾക്ക്. നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് ക്രിസ്മസ് പരീക്ഷയാണ്. നല്ലൊരു മാർക്ക് കൊടുക്കേണ്ട നമുക്ക്. നമ്മുടെ വീട്ടിൽ നമ്മുടെ താത്താർ ചിലപ്പോൾ നല്ല അടിപൊളി മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ചേച്ചിമാരോ ചേട്ടന്മാരോ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ താഴെയുള്ള ചെറുത് 5ാം ക്ലാസ്സിലോ 6ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് വാങ്ങുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയവരാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അത്രയേറെ ടഫാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, എൻ്റെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു, എൻ്റെ ചാപ്റ്റർ ടഫായിരുന്നു. അപ്പോൾ വീട്ടുകാർ ചോദിക്കുക നിങ്ങൾ പഠിക്കാനല്ലേ പോയതെന്നാണ്. മക്കളെ, പറ്റുന്നത് പഠിക്കും. എനിക്കറിയാം നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നതെന്ന്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറ്റുന്നത് പഠിക്കും. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഞാൻ പറയുന്ന പോലെ ഒരു പേജാണോ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നെങ്കിൽ ഒരു പേജ് പഠിക്കും. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണടാ. ആരാണ് നിങ്ങളെ കൊല്ലുന്നില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ ചെയ്യോ? നിങ്ങളെ കൊണ്ട് ഒരു പേജാണ് പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു പേജ് പഠിച്ചവൻ്റെ മക്കളെ. ഇനി നിങ്ങൾക്ക് ഇല്ല സാർ ഒരു പേജ് പറ്റില്ല, ഒരു പാരഗ്രാഫ് ഞങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാം. പറ്റുന്നത് പഠിച്ചോ. നിങ്ങൾക്ക് യൂസ് ആയിരിക്കും, അത് ഹെൽപ്പായിരിക്കും നിങ്ങൾക്ക്. അത് ഞാൻ മനസ്സിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. ഒരുപാട് 9ാം ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുനിഞ്ഞത്. മക്കളെ, അപ്പം നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് നമുക്കിങ്ങനെ ഓരോ കടമ്പകളും, ക്രിസ്മസ് എക്സാമും ഇനി വരാൻ പോകുന്ന മെയിൻ എക്സാമും എല്ലാം നമുക്ക് അടിപൊളിയാക്കി കിടക്കണം. ഒരു 3-4 മാസം കഴിഞ്ഞാൽ നിങ്ങളും SSLC വിദ്യാർത്ഥികളാണെന്നുള്ളത് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക. നന്നായിട്ട് പഠിക്കുക. ഹായ്, ബൈ.